പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഡിവൈഡ് ആൻഡ് ഇനീക്വാലിറ്റി. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ ടു ഹാവ് ആക്സസ് ടു മോഡേൺ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. പുതിയ ടെക്നോളജി ആളുകൾക്ക് ആക്സസ് ചെയ്യുന്നതിൽ ഗ്യാപ്പ് ഉണ്ടാവുക. കുറെ ആളുകൾക്ക് അത് ലഭിക്കുന്നു, കുറെ ആളുകൾക്ക് ലഭിക്കാതിരിക്കുക. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയാ? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് നമ്മൾ പറയാം. മോഡേൺ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ദോസ് ദാറ്റ് ഡു നോട്ട്, അതില്ലാത്തവർ. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത് ഡിജിറ്റൽ ഡിവൈഡിലേക്ക് നയിക്കും. ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഒരു ഡിവൈഡിലേക്ക് നയിക്കും. അത് ഇനീക്വാലിറ്റിയിലേക്ക് നയിക്കും. ദിസ് ഡിവൈഡ് ക്യാൻ ബി ബേസ്ഡ് ഓൺ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. അത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, പോർ ആയിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഇത് ലഭിക്കണം എന്നില്ല. ജോഗ്രഫിക്കൽ പ്രശ്നങ്ങളുണ്ടാവും, അർബൻ റൂറൽ പ്രശ്നം. അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ചിലപ്പോൾ ആദിവാസികൾ, ഇവർക്കൊന്നും ഈ സൗകര്യം ലഭിക്കണം. എഡ്യൂക്കേഷൻ, ഏജ്, ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി. ഇറ്റ് ലിമിറ്റ് ഈക്വൽ ആക്സസ് ടു ഇൻഫർമേഷൻ. ഇത് ഈക്വൽ ആയിട്ടുള്ള ആക്സസ് ഓഫ് ഇൻഫർമേഷനെ ലിമിറ്റ് ചെയ്യും. ഓൺലൈൻ എഡ്യൂക്കേഷനെ ലിമിറ്റ് ചെയ്യും. ഡിജിറ്റൽ സർവീസസിനെ ലിമിറ്റ് ചെയ്യും. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ ലിമിറ്റ് ചെയ്യും. ഇൻ ടുഡേസ് ഡിജിറ്റൽ എക്കോണമി ദ ഡിജിറ്റൽ ഡിവൈഡ് ഹാസ് എ സിഗ്നിഫിക്കന്റ് സോഷ്യോ എക്കണോമിക് കോൺസിക്വൻസ്. ഈ പുതിയ ഡിജിറ്റൽ എക്കോണമി കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സോഷ്യൽ എക്കണോമിക് കോൺസിക്വൻസ് ആണ്. അപ്പോൾ അവിടെ ഇല്ലവനും ഇല്ലാത്തവനും തമ്മിൽ ഒരു അന്തരം ഉണ്ടാവും. അത് വളരെ പ്രശ്നമാണ്. ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് റിച്ച് ആവുന്നതിന് സഹായിക്കും. ചില ആൾക്കാരെ പല അവരുടെ സാധ്യതകളെയും അത് ഇല്ലാതാക്കും. പീപ്പിൾ വിത്തൗട്ട് ഡിജിറ്റൽ ആക്സസ് ഓർ സ്കിൽ ആർ ദ ഡിസ്അഡ്വാൻറ്റേജ് ഇൻ ജോബ് മാർക്കറ്റ്. ഡിജിറ്റൽ ആക്സസും സ്കില്ലും ഇല്ലാത്തവരെ ജോബ് മാർക്കറ്റിൽ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. കനോട്ട് ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൺലൈൻ ലേണിംഗിൽ ഫുള്ളി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ഇ ഗവേണൻസ് ഓർ ഫിനാൻഷ്യൽ സർവീസ്. അവർ ഈ ഗവേണൻസ് ഒന്നും ഫിനാൻഷ്യൽ സർവീസ് ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യും. ദ ഡിജിറ്റൽ ഡിവൈഡ് ഡീപ്പൻസ് എക്സിസ്റ്റിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റി. നിലനിൽക്കുന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റി വർദ്ധിക്കും ബൈ ലിമിറ്റിംഗ് ആക്സസ് ടു ടെക്നോളജി, ഇൻഫർമേഷൻ ഓപ്പർച്യൂണിറ്റി ഫോർ സർട്ടൻ ഗ്രൂപ്പ്. പീപ്പിൾ വിത്തൗട്ട് റിലയബിൾ ഇന്റർനെറ്റ്, റിലയബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് ഇല്ലാത്തവർ, ഡിജിറ്റൽ ഡിവൈസ് ഇല്ലാത്തവർ, ദ സ്കിൽ ടു യൂസ് ദം ആർ ഓഫൻ ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ എഡ്യൂക്കേഷൻ. അവർ എഡ്യൂക്കേഷന് പുറത്താണ്, എംപ്ലോയ്മെന്റിന് പുറത്താണ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റിന്ന് പുറത്താണ്, സിവിക് പാർട്ടിസിപ്പേഷനും പുറത്താണ്. ഡിജിറ്റൽ ഡിവൈസ് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതിലെ ഓരോ ഇതിന്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. ഇത് ആക്സസ് ടു ടെക്നോളജി, geographical inequities. Urban areas often enjoy superior digital infrastructure compared to rural region, creating significant gap in access to essential online resources and service. Urban area, rural area തമ്മിലുള്ള ഒരു അന്തരമുണ്ട്. അർബൻ ഏരിയയിൽ അതിനുള്ള വലിയ സൗകര്യങ്ങൾ ഉണ്ടാവും. അവിടെ 5G സൗകര്യം ഉണ്ടാവും, 4G സൗകര്യം ഉണ്ടാവും. എന്നാൽ റൂറൽ ഏരിയയിൽ ചിലപ്പോൾ നെറ്റ്വർക്ക് തന്നെ ലഭിക്കില്ല. അപ്പൊ അവിടെ ഒരു വലിയൊരു അന്തരം ഉണ്ടാകും. എക്കണോമിക് ബാരിയേഴ്സ്. ദ ഹൈ കോസ്റ്റ് ഓഫ് ഡിജിറ്റൽ ഡിവൈസസ് ആൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി റെസ്ട്രിക്ട് ആക്സസ് ഫോർ ലോ ഇൻകം ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലീസ്. ഇതിന്റെ ഈ ഡിജിറ്റൽ ഡിവൈസിന്റെ ഹൈ കോസ്റ്റും അതിന്റെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഹൈ കോസ്റ്റിനെയും എല്ലാവർക്കും ഇത് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് ലോ ഇൻകം ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടാവും. അത് കുറച്ച് ക്യാഷ് ഉള്ളവരുടെ വീട്, ചില ആൾക്കാരെ വീട്ടിട്ട്. അപ്പൊ ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് എഡ്യൂക്കേഷനും മറ്റു മേഖലകളൊക്കെ മുന്നോട്ട് പോകാൻ വളരെ ഈസി ആയിരിക്കും. ലിമിറ്റിംഗ് ദെയർ പാർട്ടിസിപ്പേഷൻ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ എൻഗേജ്മെന്റ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ചാലഞ്ചർ. In many developing region, inadequate infrastructure. Developing region inadequate ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും, ഇൻക്ലൂഡിംഗ് ലാക്ക് ഓഫ് ഇലക്ട്രിസിറ്റി, പുവർ ഇന്റർനെറ്റ് കവറേജ്, കണ്ടിന്യൂ ടു റെസ്ട്രിക്ട് ആക്സസ് ഡിജിറ്റൽ ടെക്നോളജി, എക്സാസ്പറേറ്റിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റി. ഓക്കെ, ഈ ചില ഏരിയകളിൽ ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ടാവില്ല. ചില ഏരിയകളിൽ ആവശ്യത്തിന് കറണ്ട് ഉണ്ടാവില്ല, ഇന്റർനെറ്റ് കവറേജ് ഉണ്ടാവില്ല. ഇത് ഡിജിറ്റൽ ടെക്നോളജി ആക്സസിന് ഇത് തടസ്സമായിരിക്കും. ഈ ഗവേണൻസ് ആൻഡ് സർവീസ്. ആസ് ഗവൺമെന്റ് സർവീസ് ഇൻക്രീസിംഗ്ലി ഷിഫ്റ്റ് ഓൺലൈൻ. ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സർവീസ് ഒക്കെ ഓൺലൈനിലേക്ക് മാറി. ഇൻഡിവിജ്വൽ വിത്തൗട്ട് കൺസിസ്റ്റന്റ് ഇന്റർനെറ്റ് ആക്സസ് ഫേസ് ചാലഞ്ച് ഇൻ ആക്സസിംഗ് ക്രിട്ടിക്കൽ പബ്ലിക് സർവീസ് ലൈക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, വെൽഫെയർ. പല ഗവൺമെന്റ് സർവീസ് ലഭിക്കണമെങ്കിൽ ഇന്ന് ഇന്റർനെറ്റ് സൗകര്യം അത്യാവശ്യമാണ്. അതില്ലാതെ ഇരുന്നാൽ അത് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, അത് ലഭിക്കാത്തവർക്ക്. ഓക്കെ, എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ദ മൂവ് to online learning, especially during COVID-19 pandemic, exposed to stark inequality in digital access, leaving many students and job seekers behind due to lack of resources and connectivity. എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് മേഖല, പ്രത്യേകിച്ച് COVID-19 വന്നപ്പോൾ നമുക്കറിയാം ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർ വിദ്യാഭ്യാസത്തിന് പുറത്തു പോയി. അതിന് കേരള ഗവൺമെന്റ് പല മെഷീനറി എടുത്തിട്ടുണ്ടെങ്കിലും ചില ഏരിയകളിലൊന്നും ഇത് ലഭിക്കാത്തവർ, നെറ്റ്വർക്ക് ഇല്ലാത്തവരൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് ജോബ് സീക്കേഴ്സിനെ വരെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ സ്കിൽ ഡെവലപ്മെന്റിൽ എങ്ങനെയാണ് ഇതിന്റെ എഫക്ട്? ഡിജിറ്റൽ ലിറ്ററസി. മെനി ഇൻഡിവിജ്വൽ particularly marginalized communities lack basic and advanced digital skill, limiting their access to job, service and full participation in digital economy. ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ടാണ്.
പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി, അവർക്ക് ലാക്ക് ഓഫ് ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് ഡീറ്റെയിൽ സ്കിൽ ഉണ്ടാവില്ല. അത് അവരുടെ ജോലി സാധ്യത, അവരുടെ സർവീസിന്, അവരുടെ ഡീറ്റെയിൽ എക്കോണമിയിലെ പാർട്ടിസിപ്പേഷൻ അത് അഫക്ട് ചെയ്യും. എഡ്യൂക്കേഷണൽ ഇനീക്വാലിറ്റി, സ്കൂളിൽ വെൽത്തിയർ ഏരിയാസ് ടിപ്പിക്കലി പ്രൊവൈഡ് ബെറ്റർ ആക്സസ് ടു ഡീറ്റെയിൽ ടൂൾസ് ആൻഡ് ലേണിംഗ് എൻവിറോൺമെന്റ്. ബെറ്റർ വെൽത്തിയർ ആയിട്ടുള്ള ഏരിയയിൽ നല്ല ഡീറ്റെയിൽ ടൂളും ലേണിംഗ് എൻവിറോൺമെന്റും നൽകാൻ സാധിക്കും. വൈൽ underfunded schools struggle to equip students with necessary detailed competence. അത് വലിയ സൗകര്യങ്ങളില്ലാത്ത അണ്ടർഫണ്ടഡ് ആയിട്ടുള്ള സ്കൂളുകൾ ഇതിൽ സ്ട്രഗിൾ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കും. നല്ല സ്കൂളുകൾ നല്ല ഡീറ്റെയിൽ ടൂളും ലേണിംഗ് എൻവിറോൺമെന്റ് നൽകുമ്പോൾ അതില്ലാത്തവർ തമ്മിലൊരു എഡ്യൂക്കേഷൻ സ്കില്ലിലൊക്കെ അത് ബാധിക്കും. ലൈഫ് ലോങ് ലേണിംഗ്, ദ ഫാസ്റ്റ് ചേഞ്ചിങ് ഡീറ്റെയിൽ ജോബ് market requires ongoing learning. However, opportunity for continuous upskilling and detailed training are often inaccessible to those already affected the detail divide. ഫാസ്റ്റ് ചേഞ്ച് ഡീറ്റെയിൽ ജോബിൽ വലിയ മാറ്റങ്ങൾ, ഡീറ്റെയിൽ ജോബ് മാർക്കറ്റിൽ വലിയൊരു മാറ്റങ്ങൾ വരിക. റിക്വസ്റ്റ് ഓൺ ഗോയിങ് ലേണിംഗ്, എപ്പോഴും ലേണിംഗ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതില്ലാത്തവർക്ക് ഇതിൽ പുതിയ സ്കില്ല് കണ്ടെത്തുന്നതിൽ, ഇതിൽ പുതിയ ട്രെയിനിങ് ലഭിക്കുന്നതിനൊക്കെ ഇത് അഫക്ട് ചെയ്യും. സോഷ്യൽ ജസ്റ്റിസ് കൺസെപ്റ്റ്, ദ ഡീറ്റെയിൽ എക്കോണമി ഹാസ് റീഷേപ്ഡ് ഹൗ വി ലിവ് ആൻഡ് വർക്ക്, ഓഫറിംഗ് ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ. ഡീറ്റെയിൽ എക്കോണമി എന്ത്, നമ്മൾ എങ്ങനെ ജീവിക്കുന്നത്, നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഗ്രോത്ത്, ഇന്നോവേഷൻ ഇതിനൊക്കെ റീഷേപ്പ് ചെയ്തു. However, it also raises key social justice concerns that must be addressed to ensure fairness and inclusion. Okay, inequality and exclusion. Access to technologies tends to benefit those already privileged. ആരാണോ already privileged ആയിട്ട് അവർക്ക് എല്ലാ ആക്സസും കിട്ടും. While marginalized community are often excluded. ഇവർ എല്ലാത്തിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യും. പാവപ്പെട്ട ആളുകൾ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. ആർക്ക് ഇത് എല്ലാ സൗകര്യവും കിട്ടുള്ളൂ? പ്രിവിലേജ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. ദിസ് ഡീപ്പൻ എക്കണോമിക്, ഇത് വീണ്ടും എക്കണോമിക് ഇനീക്വാലിറ്റി കൂട്ടും. India's access to education, employment and healthcare. Representation bias, under representation of marginalized group in the tech industry result in biased design and development of detailed tool. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ഈ മേഖലകളൊന്നും ഇല്ലെങ്കിൽ അവിടുന്ന് വരുന്ന ഡിസൈനും ഡെവലപ്മെന്റ് ഒക്കെ എന്തായിരിക്കും, ആ ഒരു ഈ കമ്മ്യൂണിറ്റിയെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നില്ല. അഡീഷണലി അൽഗോരിതം സിസ്റ്റം ക്യാൻ റീഇൻഫോഴ്സ് റേഷ്യൽ, ജെൻഡർ ആൻഡ് സോഷ്യോ എക്കണോമിക് ബയാസ്. ഇവിടെ കുറെ റേഷ്യൽ ആയിട്ടുള്ള ബയാസ്, ജെൻഡർ ആയിട്ടുള്ള ബയാസ്, സോഷ്യോ എക്കണോമിക് ബയാസുകളൊക്കെ ഇവിടെ സൃഷ്ടിക്കും. Access to justice, as legal and civic service move online, those without internet and digital literacy struggle to access justice. Legal civic service ഒക്കെ ഓൺലൈനിലൂടെ മാറി. ഓക്കെ, നമ്മളൊരു കേസ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനിലൂടെയാണ്. ഒരു FIR ഇട്ടാൽ ആ FIR എവിടെയാണ്? ഓൺലൈനിലൂടെയാണ് ലഭ്യമാകുന്നത്. അപ്പൊ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇവിടെ ജസ്റ്റിസ് ലഭിക്കണമെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, അഡ്രസ്സിംഗ് ഡീറ്റെയിൽ ഡിവൈഡ് ആൻഡ് ഇനീക്വാലിറ്റി. ഒന്നാമത്തത്, ഇതെങ്ങനെ ഡീറ്റെയിൽ ഡിവൈഡും ഇനീക്വാലിറ്റി അഡ്രസ് ചെയ്യാം. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്. ഹൈ ഇൻഫ്രാസ്ട്രക്ചർ ഓരോ ഏരിയക്കും ഗവൺമെന്റ് എന്ത് ചെയ്യണം? പ്രൈവറ്റ് സെക്ടർ മസ്റ്റ് വർക്ക് ടുഗദർ ടു എക്സ്പാൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, എസ്പെഷ്യലി അൺറിസർവ്ഡ് ഏരിയയിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ആര് ചെയ്യണം? ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടർ. ബൈ എസ്റ്റാബ്ലിഷ് പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പോയിന്റ് ഇൻ കമ്മ്യൂണിറ്റി സെന്റർ, സ്കൂൾ ആൻഡ് ലൈബ്രറി. കമ്മ്യൂണിറ്റി സെന്ററിലും സ്കൂളിലെ ലൈബ്രറിയിലും എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് കൊടുക്കണം. എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ്, targeted detailed literacy program should be created. Underrepresented community എന്ത് ചെയ്യണം? ടാർഗറ്റ് ചെയ്ത ഡീറ്റെയിൽ ലിറ്ററസി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സ്കൂൾ നീഡ് ആഡിക്കേറ്റ് ഫണ്ടിങ് കൊടുക്കണം, ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കണം. ടെക്നോളജിക്കൽ റിസോഴ്സ് ടു ബിൽഡ് ദ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ഡിവൈഡ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് അതില്ലാത്ത ഏരിയകൾ വളരെ കൃത്യമായിട്ട് കൊടുക്കണം. പോളിസി ആൻഡ് അഡ്വക്കസി. പോളിസി മേക്കേഴ്സ് മസ്റ്റ് ഫോക്കസ് ഓൺ ഫെയർ ആൻഡ് ഇൻക്ലൂസീവ് ഡീറ്റെയിൽ പോളിസീസ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അതില്ലാത്ത മാർജിനൽ ക്ലാസ് ഉള്ള ഏരിയയിലേക്കൊക്കെ എന്ത് ചെയ്യണം? അവരൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോളിസി മേക്കേഴ്സ് എന്ത് ചെയ്യണം? ഫെയർ ആൻഡ് ഇൻക്ലൂസീവ് ഡീറ്റെയിൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അഡ്വക്കസി ഈസ് ക്രൂഷ്യൽ പ്രൊട്ടക്ട് ഡീറ്റെയിൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണം. എൻഷുർ ഈക്വൽ ആക്സസ് ടു ബെനിഫിറ്റ് ടെക്നോളജി അഡ്വാൻസ്മെന്റ്. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ടെക്നോളജി അഡ്വാൻസ്മെന്റ് ലഭിക്കുന്ന രീതിയിലുള്ള പോളിസികളും പദ്ധതികളും നടപ്പിലാക്കണം. Promoting diversity inclusion in technology, increasing representation of marginalized group in the tech sector, ensuring inclusive design will help build technology that better serve all section of society. എല്ലാ സെക്ഷൻ ഓഫ് സൊസൈറ്റിക്കും ലഭിക്കുന്ന രീതിയിലുള്ള ടെക്നോളജികൾ ബിൽഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ,